49 പേരുടെ ജീവനെടുത്ത മങ്കാഫ് തീപിടുത്തം നടന്ന് 1 വർഷം പിന്നിടുമ്പോൾ വീണ്ടും മറ്റൊരു തീപിടുത്ത ദുരന്തം കുവൈറ്റിനെ ആശങ്കയിലാക്കുന്നു. കുവൈറ്റിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ 6 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5ഓളം പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മരിച്ച 6 പേരും തൊഴിലാളികളാണെന്ന് വിവരമുണ്ട്. തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കുവൈറ്റ് സിറ്റിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള റിഗ്ഗ പ്രദേശത്തെ ഫ്ളാറ്റിലാണ് തീപിടുത്തം നടന്നതെന്ന് ഫയർ ബ്രിഗേഡ് വക്താവ് ജനറൽ മുഹമ്മദ് അൽ കാരിബ് അറിയിച്ചു. 2 അപ്പാർട്ട്മെന്റുകളിലാണ് തീപിടുത്തം നടന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 3 പേർ കെട്ടിടത്തിൽ നിന്ന് എടുത്തു ചാടിയിരുന്നു. ഇവർ 3 ചിന്നിച്ചിതറിയ മൃതദേഹം ഫ്ളാറ്റിന് താഴെ നിന്ന് ലഭിച്ചു. ബാക്കി 2 മരണങ്ങൾ തീപിടുത്തത്തിൽ പൊള്ളലേറ്റാണ്. ഇവർ ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചതെന്ന് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. സുരക്ഷയും സുരക്ഷാ ആവശ്യകതകളും ലംഘിച്ച ബാച്ചലർ അക്കോമഡേഷനുകളുടെ സാന്നിധ്യമാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കുവൈറ്റ് ഫയർഫോഴ്സിലെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ കരീബ് വെളിപ്പെടുത്തി. തീപിടുത്തത്തിന്റെ കാരണവും അനന്തരഫലങ്ങളും നിർണ്ണയിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം തുടരുകയാണെന്ന് അദ്ദേഹം അറിയിച്ചു. മരിച്ചവരിൽ 5 പേർ സുഡാനികളാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ സുരക്ഷാ സേനയുടെയും അഗ്നിശമന സേനയുടെയും ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. ഏതെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവങ്ങളിൽ നിന്നും താമസക്കാരെ തടയുന്നതിനും സംരക്ഷിക്കുന്നതിനും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ സുരക്ഷയും സുരക്ഷാ ആവശ്യകതകളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഗവർണറോടൊപ്പം ഫർവാനിയ സുരക്ഷാ ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് മുത്തലാഖ് അൽ മുഖൈത്തി, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ നൈഫ് അൽ ഹജ്റഫ്, ഫർവാനിയ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ അലി അൽ മുത്തൈരി എന്നിവരും ഉണ്ടായിരുന്നു. കുവൈത്തിലെ മങ്കാഫ് തീപിടുത്തത്തിന് സമാനമായിരുന്നു അൽറക്കിയിലെയും അഗ്നിപാതയെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. കഴിഞ്ഞ ജൂൺ 12-നാണ് പ്രവാസി തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 24 മലയാളികൾ ഉൾപ്പെടെ 49 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. താഴത്തെ നിലയിൽ ഉണ്ടായ വൈദ്യുത ഷോർട്ട് സർക്യൂട്ടാണ് മങ്കാഫ് തീപിടുത്തത്തിന് കാരണമെന്ന് ഔദ്യോഗിക അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തു. ഉറക്കത്തിനിടെ പുക ശ്വസിച്ചാണ് മിക്കവരും മരിച്ചത്. രക്ഷപ്പെടാൻ ചിലർ കെട്ടിടത്തിൽ നിന്ന് ചാടിയത് മരണസംഖ്യ ഉയരാൻ കാരണമായി.